നമസ്കാരം, നാട്ടുവരമ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഉള്ളൂർ കൃഷിഭവൻ്റെ കീഴിലുള്ള ഗ്രീൻ വാലിയിലെ പ്രത്യേകതകളും സവിശേഷ കൃഷിരീതികളുമാണ്. തിരുവനന്തപുരം നഗരസഭയിലെ ചെറുവയ്ക്കൽ വാർഡിലാണ് ഗ്രീൻ വാലി ഉള്ളത്. ഇതിൻ്റെ വിസ്തൃതി 1.5 ഏക്കറാണ്. 6 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ കാട് പടർന്ന് വളർന്ന് പരിസര പ്രദേശവാസികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോഴാണ് കാർഷിക കർമ്മസേനയും കൃഷിഭവൻ്റെയും നേതൃത്വത്തിൽ ഇവിടെ ഏറ്റെടുത്ത് പാട്ടവ്യവസ്ഥയിൽ കൃഷി ഇറക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. കൃഷിഭവൻ അതിനായി ഒരു കൃഷിയിടാധിഷ്ഠിത പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് വ്യത്യസ്തമായ വിളകൾ കാലാവസ്ഥയ്ക്കും സമയത്തിനും അനുസരിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്ലാൻ തയ്യാറാക്കി അതിവിടെ യാഥാർത്ഥ്യമാക്കി. ഇത് ഗ്രീൻ വാലിയിലെ മംഗലാപുരം ഊരുവെണ്ട. ശരിക്കും പരീക്ഷണാർത്ഥത്തിലാണ് ഇവിടെ കൃഷി ഇറക്കിയിട്ടുള്ളത്. കർണാടകയിലെ മംഗലാപുരത്തെ ഒരു ട്രഡീഷണൽ വെറൈറ്റിയാണിത്. ഞങ്ങൾ സീഡ് ഓർഡർ ചെയ്ത് ഇന്നിപ്പം ഏകദേശം 2 മാസം കഴിഞ്ഞിരിക്കുന്നു. മികച്ച വിളവ് ലഭ്യമായി എന്ന് വേണം പറയാനായി. ഏകദേശം ഞങ്ങൾക്ക് 35-40 ദിവസമായപ്പോഴേക്കും ഫസ്റ്റ് ഹാർവസ്റ്റ് ഇവിടെ കഴിഞ്ഞു. അതിനുശേഷം 3 ദിവസത്തിലൊരിക്കൽ ഞങ്ങൾക്ക് വിളവെടുക്കാനായി സാധിച്ചു. ഏകദേശം 30 സെൻറ്റിമീറ്റർ വരെ നീളത്തിൽ ഇതിൻ്റെ വെണ്ടക്കായ നീളം വരുന്നുണ്ട്. കൂടാതെ തൊലിക്ക് അല്പം കട്ടി കൂടുതൽ എന്നൊരു പ്രത്യേകത ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. മംഗലാപുരം ഊരുവെണ്ടയുടെ പല സവിശേഷതകളും നമ്മുടെ പ്രതികൂല കാലാവസ്ഥയിൽ മികച്ച വിളവ് നമുക്ക് തരാൻ ഈ വെണ്ടയ്ക്ക് സാധിക്കുന്നു എന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളിവിടെ വിത്തുൽപാദനം അതുകൂടി സാധ്യമാക്കിയിരിക്കുകയാണ്. ആവശ്യക്കാർക്ക്, അതായത് വാണിജ്യ അടിസ്ഥാനത്തിലും വീട്ടുവളപ്പിലും കൃഷി ചെയ്യുന്നവർക്ക് വിത്ത് ലഭ്യമാക്കുക എന്ന ഒരു നടപടിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് വിത്ത് ശേഖരണം ഏകദേശം 15 കിലോഗ്രാം വിത്ത് ഞങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടിയാണ് ഇപ്പോൾ മുന്നിലുള്ളത്. ഈ ഒരു മറ്റ് സവിശേഷതകളെന്ന് പറഞ്ഞാൽ വളരെ കുക്കിംഗ് ക്വാളിറ്റി വളരെ മികച്ചതാണ്. നല്ലൊരു ടേസ്റ്റ്, നല്ല ഫ്ലേവർ, ഇതൊക്കെ നമുക്ക് ഈ വെണ്ടയ്ക്ക കുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. കൂടാതെ വലിയ ചൂടിനെയും തണുപ്പിനെയും ഒക്കെ പ്രതിരോധിക്കാനുള്ള കഴിവും കൂടുതലാണ്. അതുപോലെ വിളവെടുപ്പ് കാലം വളരെ 85 ദിവസം വരെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കുന്നു. ഈ സവിശേഷതകളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഞങ്ങൾ വിത്ത് ഉൽപ്പാദനം കൂടി ഇവിടെ ചെയ്യുന്നത്. വർഷങ്ങളായി തരിച്ചു കിടന്ന ഈ ഒരു സ്ഥലം കൃഷിയോഗ്യമാക്കി എടുക്കുന്നതിന് വളരെ കടമ്പകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ മണ്ണ് നല്ല പരുവപ്പെടുത്തി എടുക്കുക എന്നത് തന്നെയായിരുന്നു ഞങ്ങളുടെ ആദ്യ ലക്ഷ്യം. അതിനായി നില ഒരുക്കിയ ശേഷം കുമ്മായമിട്ട് കൃഷിയിടമാകെ പരുവപ്പെടുത്തി അതിനുശേഷം നന്നായി ജൈവവളം കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ കൃഷി ഇറക്കിയിട്ടുള്ളത്. വെണ്ടച്ചെടികൾക്കെല്ലാം തന്നെ അടിവളമായി 5 കിലോഗ്രാമാണ് ഞങ്ങൾ ജൈവവളം കൊടുത്തത്. ശേഷം ഓരോ ആഴ്ച ഇടവിട്ടും വളം നൽകുകയുണ്ടായി. പിണ്ണാക്കുകളുടെ മിശ്രിതം ഏകദേശം 1/2 കിലോഗ്രാം വീതം നൽകി. അങ്ങനെ ഏകദേശം 35 ദിവസം വരെയും വളരെ കെയർ കൊടുത്തിട്ടാണ് ഈ വെണ്ടച്ചെടികളെ ഞങ്ങൾ മികച്ച ആദായം നൽകുന്ന തരത്തിലേക്ക് എത്തിച്ചത്. ഉള്ളൂർ കൃഷിഭവൻ്റെ കീഴിലുള്ള കൃഷിക്കൂട്ടങ്ങളിലൊന്നായ കാർഷിക കർമ്മസേനയുടെ 8 അംഗങ്ങളാണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. ജൈവികമായ രീതിയിലുള്ള കൃഷി രീതികളാണ് ഇവിടെ അവലംബിച്ച് വരുന്നത്. രാവിലെ 8:30-ക്ക് ശേഷം ആൾക്കാർ വരുന്നു. അപ്പോൾ അവരെ കൊണ്ട് കഴിയുന്നത്, അത് 8 പേര് ഒരേ സമയം വരണമെന്നില്ല. അതിൽ 2 പേരായിരിക്കും, ഒരാളായിരിക്കും, അല്ലെങ്കിൽ 3 പേരായിരിക്കും, ചിലപ്പോൾ 8 പേരും കാണാം. അതിനനുസരിച്ച് ജോലികൾ ഓരോരുത്തർ ചെയ്യുന്നു. വളം ഒരാളിടുമ്പോൾ മറ്റൊരാൾ വെള്ളം ഒഴിക്കുന്നു. അതിനുശേഷം ഇതിപ്പോൾ ചീര തന്നെ ഇത് 3ാമത്തെ ട്രിപ്പാണ് ഇപ്പോൾ എടുക്കുന്നത് തുടങ്ങിയതിന് ശേഷം.
അപ്പോൾ ഒരു സൈഡ് പറിച്ച് കൊണ്ടുവരുമ്പോൾ തന്നെ അടുത്ത സൈഡിൽ നിന്ന് ഞങ്ങൾ അടുത്ത വിത്തിട്ട് അടുത്ത ഉൽപ്പന്നം ഉണ്ടാക്കിയെടുക്കുന്നു. അതോടൊപ്പം ഈ ഉൽപ്പന്നങ്ങളെല്ലാം ഉള്ളൂർ കൃഷിഭവൻ്റെ കീഴിലുള്ള മാർക്കറ്റിൽ തന്നെയാണ് വിറ്റഴിക്കുന്നത്. ഇത് ഗ്രീൻ വാലിയിലെ പട്ടുചീര കൃഷിയിടം. ഇവിടെ ഞങ്ങൾ സ്ഥിരമായി ചീര കൃഷി ചെയ്യുന്നു. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പം വരുമാനം ലഭിക്കുന്നത് ചീരകൃഷിയിലൂടെയാണ്. ചുരുങ്ങിയത് ഒരു 30 ദിവസം കൊണ്ട് കർഷകന് മികച്ച ലാഭം കിട്ടാവുന്ന ഒരു കൃഷി കൂടിയാണ് ചീരകൃഷി. അതുകൊണ്ട് ഞങ്ങൾ ഏകദേശം 1.5 മാസം ഇടവിട്ട് ഇവിടെ ആവർത്തിച്ച് ചീരകൃഷി ചെയ്യുന്നു. അത് ഞങ്ങളുടെ അർബൻ മാർക്കറ്റിലൂടെ കൃത്യമായിട്ട് തന്നെ വിറ്റഴിക്കാനും സാധിക്കുന്നു. ഓരോ സീസൺ ബേസ്ഡ് ആയിട്ടുള്ള കൃഷി രീതികളാണ് ഇവിടെ ഞങ്ങൾ നടപ്പിലാക്കുന്നത്. ലോക്കൽ ഡിമാൻഡ് കൂടി പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ഓരോ ആഘോഷവേളകൾക്കും ഇവിടുത്തെ പച്ചക്കറി കൂടി കൊഴുപ്പ് കൂട്ടത്തക്ക വിധം ഞങ്ങൾ മാർക്കറ്റിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഇവിടുത്തെ കൃഷിരീതികൾ പ്ലാൻ ചെയ്തിട്ടുള്ളതും അതിന് കർഷകരെ പ്രാപ്തരാക്കിയിട്ടുള്ളതും. ഇത് കൂടാതെ ഞങ്ങളുടെ ഓരോ വിളവെടുപ്പിനും ഇവിടുത്തെ കർഷക ഗ്രൂപ്പുകളിലേക്ക് ഞങ്ങൾ ഇവിടുത്തെ കൃഷിക്കാഴ്ചകൾ ചിത്രങ്ങൾ പകർത്തി അവർക്ക് നൽകാറുണ്ട്. അപ്പോൾ വിളവെടുപ്പിന് സാധാരണ വീട്ടമ്മമാരും ഇവിടെയുള്ള നഗരപരിധിയിൽ താമസിക്കുന്ന കർഷകരും ഒക്കെ ചേർന്നിട്ടാണ് ഞങ്ങൾ ഇവിടുത്തെ വിളവെടുപ്പ് നടത്തുക. അത് അവർക്ക് തികച്ചും ഒരു വ്യത്യസ്തമായ അനുഭവമാണെന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കൃഷിപാഠങ്ങൾ അല്ലെങ്കിൽ ഏത് കൃഷി എപ്പോൾ ചെയ്യണം, എപ്പോൾ വിളവെടുക്കണം, എങ്ങനെയാണ് അതിൻ്റെ പരിചരണം, ഇതുകൂടി ഞങ്ങൾ ക്ലാസ് കൂടി നൽകുന്നുണ്ട് ഈ കർഷകർക്ക്. ഇതെല്ലാം തന്നെ കൃഷിഭവൻ പരിധിയിൽ നന്നായി കൃഷി വ്യാപനത്തിന് ഇടയാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളുടെ ഇതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ജൈവിക കൃഷി രീതിയിൽ സ്വയം പര്യാപ്തമാവുക. അതായത് നമ്മൾ ഈ കീടനാശിനികളില്ലാത്ത ഉപയോഗിക്കാത്ത പച്ചക്കറികൾ ഒന്നുകിൽ നമുക്കെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് തുടങ്ങിയതെങ്കിലും അതിപ്പോൾ നമുക്ക് ഉള്ളൂർ കൃഷിഭവൻ മാർക്കറ്റിൽ വിറ്റഴിക്കാനും കഴിയുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഞങ്ങൾ തക്കാളി, കത്തിരി, മുളക് അത് ഞങ്ങൾ വിളവെടുത്ത് കഴിഞ്ഞു. ഏകദേശം ഒരു 50 മൂട്ടിൽ നിന്ന് തന്നെ 150ഓളം കിലോ കത്തിരി ഞങ്ങൾക്ക് കിട്ടുകയുണ്ടായി. അതോടൊപ്പം പച്ചമുളകാണെങ്കിൽ പോലും സെറ എന്ന ഒരു ഇനമാണ് ഞങ്ങൾ നട്ടിരുന്നത്. നല്ല രീതിക്ക് കായ്ഫലം കിട്ടുന്നൊരു ഇനമാണ് സെറ. അതിൽ നിന്നും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ 100-150 കിലോയ്ക്ക് പോലും പച്ചമുളകും വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗ്രീൻ വാലിയിൽ നിലവിൽ 25-ൽ പരം വിളകളാണ് ഞങ്ങളിവിടെ കൃഷി ഇറക്കിയിട്ടുള്ളത്. അതിൽ കൂൾ സീസൺ പച്ചക്കറികൾ, തണ്ണിമത്തൻ, മറ്റ് വിവിധ തരം പച്ചക്കറികൾ, അതുകൂടാതെ കരിമ്പ്, ഏത്തവാഴ, ഡബിൾ പ്ലാന്റിംഗ്, അഗത്തി എന്നിവയും റാഡിഷ് ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് ഗ്രീൻ വാലിയിലെ റെഡ് അഗത്തി. നട്ട് ഏകദേശം 4 മാസം പ്രായമുള്ള അഗത്തി ചെടികളാണിത്. നല്ല ചുവന്ന റെഡ് പൂക്കൾ എല്ലാ ദിവസവും നമുക്ക് കാഴ്ചയ്ക്ക് ഒരു മനോഹാരിത നൽകുന്നു. ഇത് ഏകദേശം ഒരു മാസം പ്രായമുള്ള തൈകളാണ് ഇവിടെ നട്ടത്. അടിവളമായി ജൈവവളം നൽകിക്കൊണ്ട് നന്നായി തൈകൾ നട്ടു. 2.5 മാസമായപ്പോഴേക്കും നമുക്ക് ഫസ്റ്റ് ഹാർവെസ്റ്റ് ഇവിടെ പ്രാവർത്തികമായി. അതിനുശേഷം ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഈ പൂക്കൾ ഇവിടെ നിന്ന് ശേഖരിക്കുന്നു. പൂക്കൾക്ക് നല്ല ഡിമാൻഡാണുള്ളത്. കാരണം ഞങ്ങൾക്ക് കൃഷിഭവനിൽ ഒരു അർബൻ മാർക്കറ്റ് കൂടിയുണ്ട്. മാർക്കറ്റിലൂടെ ഞങ്ങൾ ഇത് പാക്ക് ചെയ്ത് ദിവസേന ഇത് വിറ്റഴിക്കാനായിട്ട് സാധിക്കുന്നു. അഗത്തിപ്പൂക്കളുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടി നോക്കാം. ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഉൾപ്പെടുത്താമെങ്കിൽ നമുക്ക് ധാരാളം ആരോഗ്യകരമായ മെച്ചങ്ങൾ നേടാൻ സാധിക്കും. ധാരാളം വൈറ്റമിൻസ് എ, ബി, സി ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ അയൺ, കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് ഇവയെല്ലാം അടങ്ങിയിരിക്കുന്നു. പ്രോട്ടീൻ്റെ നല്ല അളവിൽ പ്രോട്ടീനുണ്ട്.
ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ കൊണ്ട് ഈ പൂക്കൾ എന്തുകൊണ്ടും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഈ പൂക്കളുടെ മറ്റൊരു സവിശേഷത ഇതിന് പ്രായം വൈകിപ്പിക്കുന്നതിനുള്ള കഴിവ് കൂടിയുണ്ട്. അതുകൊണ്ട് എല്ലാവരും സ്വന്തം ടെറസിലോ വീടിൻ്റെ ചുറ്റുവട്ടത്തോ 1-2 പ്ലാന്റ്സ് നടുകയാണെങ്കിൽ നമുക്ക് സുലഭമായി ആഴ്ചയിൽ 2 ദിവസം ഉപയോഗിക്കാനുള്ള പൂക്കൾ ലഭ്യമാകും. അപ്പോൾ അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും നമ്മുടെ കർഷകരെ കാണിച്ചു കൊടുക്കുന്നതിനും ഒക്കെ ആയിട്ടാണ് മാതൃകാപരമായി ഈ തോട്ടം ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. മികച്ച ഒരു വരുമാനദായകം കൂടിയാണ് ഈ ഒരു തോട്ടം. കാരണം നമുക്ക് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ പൂക്കൾ ശേഖരിച്ച് വിൽപ്പന നടത്തുന്നതിന് സഹായിക്കുന്നു. മികച്ച വിലയും ലഭ്യമാകുന്നു. തരിശുനില കൃഷിയിലാണ് ഞങ്ങൾ തുടക്കം. അതിനുശേഷം ആത്മ എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ ഒരു സ്കീം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫാം പ്ലാൻ അതിൻ്റെയും സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ഡെമോൺസ്ട്രേഷൻ ഫീൽഡ് പോലെ ഇതിനാക്കി തീർത്തിട്ടുണ്ട്. ഒരു സൈഡിൽ കൂടെ വരുമാനം കിട്ടുകയും അതോടൊപ്പം തന്നെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് വന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സ്ഥലം കൂടെ ആക്കി ഞങ്ങൾ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. എല്ലാ പദ്ധതികളും ഞങ്ങൾ അതിനകത്ത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതിനുള്ള ഫുൾ സപ്പോർട്ട് കൃഷിഭവനിൽ നിന്ന് കിട്ടുന്നുമുണ്ട്. നമ്മളിവിടെ കാണുന്നത് ക്യാബേജ് കോളിഫ്ലവർ വെറൈറ്റികളായ NS46ഉം NS60യുമാണ്. അതും ശൈത്യകാല വിളയിൽ വരുന്ന ഒന്ന് തന്നെയാണ്. ഏകദേശം കാലാവസ്ഥ ഇത് തന്നെ യോജിക്കുന്നതാണ്. നമുക്ക് ഫെബ്രുവരിക്കകത്ത് തന്നെ ഇതിൻ്റെ വിളവെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ആദ്യം ചെയ്തത് ഡോളമേറ്റ് വിതറി അതിനുശേഷം 15 ദിവസം നനച്ചതിന് ശേഷമാണ് കുറച്ച് 1 സ്പൂൺ വാമിട്ടിട്ടാണ് ഞങ്ങളിതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയായ ഈ 2 ഐറ്റവും നട്ടയക്കുന്നത്. അതിനുശേഷം പിന്നെ കോഴിവളവും ചാണകപ്പൊടിയുമാണ്. അല്ലാതെ മറ്റ് കീടനാശിനികളോ മറ്റൊന്നും ഇതിനകത്ത് ഇതുവരെ ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. എല്ലാം ജൈവികപരമായ രീതിയിൽ തന്നെയാണ് ചെയ്തു വരുന്നത്. വളം ആഴ്ചകൾ തോറും ഞങ്ങൾ ഇതിനകത്ത് വളം കൊടുക്കുന്നുണ്ട്. ചാണകപ്പൊടിയും കോഴിക്കാരവും തന്നെയാണ്, അല്ലാതെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇതിന് കൊടുക്കുന്നില്ല. നമ്മളീ കാണുന്നത് ഗ്രീൻ വാലിയിലെ കരിമ്പിൻ സീഡ്ലിങ്സ് ആണ്. ഏകദേശം 2.5 മാസം പ്രായമായിട്ടുണ്ട്. മധുരിമ ഇനത്തിൽപ്പെട്ട കരിമ്പാണിത്. പന്തളം ഷുഗർ കെയിൻ സീഡ് ഫാമിൽ നിന്നാണ് ഞങ്ങൾ സീഡ്ലിങ്സ് വാങ്ങിയത്. നന്നായിട്ട് അടിവളമായി ജൈവവളം കൊടുത്ത് ജൈവ കൃഷി രീതികൾ അവലംബിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത് നടീൽ രീതികൾ അനുവർത്തിച്ചിരിക്കുന്നത്. 10 മാസം പൂർത്തിയാകുമ്പോഴേക്കും വിളവെടുക്കാമെന്ന ശുഭപ്രതീക്ഷയിലാണ്. അടുത്ത ഓണത്തിന് ഞങ്ങൾ ഇവിടെ നിന്നും കരിമ്പിൻ ജ്യൂസ് ആവശ്യക്കാർക്ക് ഫ്രഷ് ജ്യൂസ് നൽകുക എന്നുള്ളൊരു ഒരാശയം ഞങ്ങൾ മുന്നിലേക്ക് വെച്ചുകൊണ്ടാണ് ഇവിടെ സീഡ്ലിങ്സ് ഇവിടെ പ്ലാൻ ചെയ്തത്. ഗ്രീൻ വാലിയിലെ കൃഷിരീതി പറയുകയാണെങ്കിൽ കൂടുതലായും ജൈവവളം, ജൈവ കീടനാശിനി എന്നിവയൊക്കെ തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ധാരാളം കോഴിവളം നമുക്ക് സമീപ പ്രദേശങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ചാണകപ്പൊടി, വിവിധ തരം പിണ്ണാക്കുകൾ ഇവ കൂടി കൂട്ടിക്കലർത്തി അടിവളമായി നൽകിയിട്ടാണ് കൃഷി ആരംഭിച്ചിട്ടുള്ളത്. ഈ കൃഷി കൂട്ടായ്മയ്ക്ക് അതൊരു വലിയ വിജയകരമാക്കി തീർക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും കൃഷിഭവൻ്റെ എല്ലാവിധ സപ്പോർട്ടും നൽകുകയുണ്ടായി. വിവിധ പദ്ധതികളിൽ നിന്നവർക്ക് ആനുകൂല്യങ്ങൾ നൽകുകയുണ്ടായി. ഇനിയും തുടർന്നും ഇത്തരം കൃഷിയിടങ്ങൾ ഇതുപോലെ മാതൃകാപരമായ കൃഷിരീതികൾ കാഴ്ചവെച്ചുകൊണ്ട് കർഷകർക്കും കാർഷിക മേഖലയ്ക്കും വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് നൽകുക എന്നത് തന്നെയാണ് കൃഷിഭവൻ്റെ ലക്ഷ്യം. ഈ ഗ്രീൻ വാലിയിൽ ഏകദേശം 10ഓളം കർഷകരാണ് കൃഷികാര്യങ്ങളെല്ലാം തന്നെ നോക്കി നടത്തുന്നത്. എല്ലാം തന്നെ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഡയറക്ഷൻ അനുസരിച്ച് എല്ലാ വിളകൾക്കും അവർ സമയാസമയം അതിന് വേണ്ട പരിചരണങ്ങൾ നൽകി മികച്ച രീതിയിൽ ഇവിടെ വിളവെടുക്കാനായിട്ട് ഈ കർഷകർക്ക് സാധിക്കുന്നു. ഈ കൂട്ടായ്മയ്ക്ക് മികച്ച ഒരു വരുമാനം കൂടി ഞങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടാണ് അവരെ ഈ കൃഷിയിടത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചിട്ടുള്ളത്. സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ഇപ്പോൾ നടപ്പിലാക്കി വരുന്ന അഭിമാന പദ്ധതിയായ
കൃഷി സമൃദ്ധി ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരം കൃഷിയിടങ്ങൾ കണ്ടെത്തി തരിശ് കൃഷി പ്രോത്സാഹിപ്പിക്കുകയും കർഷകർക്ക് അതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരവും മറ്റ് കൃഷി വകുപ്പ് പദ്ധതികൾ മറ്റ് വിവിധ വകുപ്പുകൾ ഇതെല്ലാം കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് കൃഷി വ്യാപിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ ഏകദേശം 50-ൽ പരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നതിന് അവരെ പ്രാപ്തരാക്കുകയും നല്ല രീതിയിൽ ഒരു മാർക്കറ്റ് ശൃംഖല കൂടി നമ്മളിവിടെ രൂപീകരിച്ചുകൊണ്ട് കർഷകർക്ക് വലിയൊരു കൈത്താങ്ങാവുവാൻ ഉള്ളൂർ കൃഷിഭവന് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. ജാപ്പനീസ് വൈറ്റ് എന്നുള്ള ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ഒരു പച്ചക്കറി ഇനമാണിത്. ഇത് നമ്മുടെ നാട്ടിലും ഇവിടെ ഉണ്ടാവുമെന്നുള്ള ഒരു തെളിവിന് വേണ്ടിയിട്ടാണ് ഇതിവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. സാധാ നമ്മൾ ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ നടുന്നത് പോലെ തന്നെ വാര കൂട്ടി ജൈവവളങ്ങൾ അടിയിൽ കൊടുത്തതിന് ശേഷം തൈകൾ നടുക. ഇത് ചട്ടിയിൽ വേണമെങ്കിലും നടാം, ഗ്രോ ബാഗിൽ നടാം. ഇത് നമുക്ക് ഒരു വീട്ടാവശ്യത്തിനുള്ള ഒരു 3-4 ഇത് തൈകളുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു പച്ചക്കറി ഇനമാണ് റാഡിഷ്. അടിവളമായിട്ട് കോഴിവളം, പിന്നെ ഇത് നമ്മുടെ ചാണകപ്പൊടി അതെല്ലാം ഇട്ടതിന് ശേഷം തൈ നടും. തൈ നട്ട് കഴിഞ്ഞ് ജലസേചനം നടത്തി കഴിഞ്ഞിട്ട് 3 മാസം കഴിയുമ്പോഴത്തേന് വിളവെടുക്കാം. തണ്ണിമത്തൻ്റെ റൂബി റെഡ്, യെല്ലോ അങ്ങനെയുള്ള വെറൈറ്റികളാണ്. മൾച്ചിങ്ങുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇതിന് വെള്ളം കുറച്ചൊഴുകി അതോടൊപ്പം തന്നെ കള വരാതിരിക്കുകയും തണുപ്പ് കൂടുതൽ സമയം ഇതിന് കിട്ടുകയും ചെയ്യും. കാരണം ഇതിനെപ്പോഴും തണുത്ത ഒരു കാലാവസ്ഥയാണ് ആവശ്യം. അതുകൊണ്ട് 2 നേരം നല്ല രീതിക്ക് തുള്ളി നന കൊടുക്കുന്നതുകൊണ്ട് അതുകൊണ്ട് നല്ല രീതിക്കുള്ള വിളവ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉദ്ദേശം ഒരു 2 മാസത്തിനകത്ത് വിളവെടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചെടി നട്ട് കഴിഞ്ഞാൽ അത് വളർന്ന് കായ്ഫലം ആവത്തില്ല. ഓരോ ദിവസവും അതിലൊരു മേൽനോട്ടവും നോട്ടവും ഉണ്ടെങ്കിൽ മാത്രമേ അതിന് വേണ്ട കീടനാശിനികൾ, അതും ജൈവ കീടനാശിനി, ഞങ്ങളിതിനകത്ത് ഗോമൂത്രം, കാന്താരി ആണ് ഇതിനകത്ത് കീടങ്ങളെയും പുഴുക്കളെയൊക്കെ തുരത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് വേറൊരു തരത്തിലുള്ള രാസ കീടനാശിനികളൊന്നും ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. വളമായിട്ടും ഇതിൻ്റെ കൂടുതൽ വളർച്ചയ്ക്കും അതോടൊപ്പം തന്നെ ഉൽപ്പാദനത്തിനും വേണ്ടി പഞ്ചഗവ്യം എല്ലാ ആഴ്ചയും നമ്മളിതിനകത്ത് തെളിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് മുഴുവനും ഞങ്ങൾ ഓരോ തട്ടായിട്ട് തിരിച്ച് ഓരോരോ കൃഷികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇതിനകത്ത് കരിമ്പുണ്ട്, അഗസ്തിപ്പൂവുണ്ട്, കത്തിരിയുണ്ട്, മുളകുണ്ട്, വെണ്ടയുണ്ട്. തരിശായി കിടന്ന സ്ഥലത്ത് 25 സെൻറ്റോളം സ്ഥലത്ത് ഇപ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള ഒരു വാഴ കൃഷിയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ഒരു തടത്തിൽ 2 വാഴ ആണ് ഇപ്പോൾ നട്ടിരിക്കുന്നത്. ഏത്തവാഴയാണ് ചെയ്തിരിക്കുന്നത്. 25 കിലോ ജൈവവളം അടിവളമായിട്ട് കൊടുത്തിട്ടാണ് വാഴ നട്ടിരിക്കുന്നത്. 7-ാം മാസം തന്നെ 8-ാം മാസം കൊല വരും. ഒരു വാഴ നട്ട് കഴിഞ്ഞാൽ ചിലപ്പം കൊലയുടെ വലിപ്പം ഒത്തിരി കൂടും. പക്ഷേ അതിനേക്കാട്ടി ലാഭം എന്ന് പറയുന്നത് ഒരു തടത്തിൽ നിന്നും 2 കൊല. കൂലിച്ചെലവ് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒറ്റ വാഴയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് 2 കുലകൾ കിട്ടുന്നുണ്ട്. ഇത്തരത്തിൽ കൃഷിഭവൻ്റെ പരിധിയിലുള്ള വിവിധ തരിശു സ്ഥലങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ വ്യത്യസ്തമായ ആ സ്ഥലത്തിന് അനുയോജ്യമായ വിളകൾ അവിടെ നട്ട് കർഷകർക്ക് യുവജനങ്ങളെ കൃഷിയിലേക്ക് ആകർഷിക്കുക, അവർക്ക് മെച്ചപ്പെട്ട ഒരു വരുമാനം സാധ്യമാക്കി കൊടുക്കുക എന്നീ കാര്യങ്ങൾ കൃഷിഭവൻ മുന്തിയ പരിഗണന നൽകിക്കൊണ്ട് നടപ്പിലാക്കി വരുന്നു. നഗരപരിധിയിലുള്ള കർഷകർക്ക് ഈ കൃഷിയുടെ ഒരു മാതൃകാ തോട്ടമായി അവർക്ക് കൃഷി നേരിട്ട് കാണുന്നതിനും ഇവിടുത്തെ കൃഷിപാഠങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനും കൂടി ഞങ്ങൾ ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഭക്ഷ്യസുരക്ഷ, ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് യുവജനങ്ങളെ കൃഷിയിലേക്ക് അടുപ്പിക്കുകയും ഉപഭോക്താക്കൾക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ അല്ലെങ്കിൽ അവർക്ക് സുരക്ഷിതമായ ഭക്ഷണം, പോഷകസമൃദ്ധമായ ഭക്ഷണം എന്നിവ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നീ ആശയങ്ങൾ കൂടി ഞങ്ങൾ മുൻനിർത്തിയാണ് ഇത്തരം പദ്ധതികളെല്ലാം തന്നെ ആവിഷ്കരിച്ചിട്ടുള്ളത്.
നമ്മൾ ഇതുവരെ കണ്ടത് ഗ്രീൻ വാലിയിലെ കാർഷിക വിശേഷങ്ങളാണ്. നാട്ടുവരമ്പിൻ്റെ ഈ അധ്യായം ഇവിടെ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.